അമേരിക്കയിലെ ടെക്സസിലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രതിമയാണ്, അതൊരു ഹനുമാന്റെ പ്രതിമയാണ്. അപ്പം ഇത് എന്തിനാണ് ഇവിടെ വെച്ചത്? ഇത് അമേരിക്ക പോലത്തെ ഒരു ക്രിസ്ത്യൻ രാജ്യത്ത് അല്ലെങ്കിൽ ക്രിസ്ത്യൻ കൾച്ചറിൽ പോകുന്ന രാജ്യത്ത് ഇത്തരത്തിലുള്ള ഏലിയൻസിന്റെ പിക്ചേഴ്സ് എന്തിനാ വെക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂസ് എന്താ വെക്കുന്നത്? അത്തരത്തിലുള്ള രാജ്യക്കാർ അവിടെ പോട്ടെ, അവരവിടെ പോയിട്ട് എന്ത് വേണമെങ്കിൽ കാണിച്ചോട്ടെ, ഇവിടെ മാതിരി കോപ്രായങ്ങൾ കാണിക്കരുത് എന്നാണ് അമേരിക്കയിലെ തീവ്ര ട്രംപിസ്റ്റുകൾ പറഞ്ഞു വരുന്നത്. അമേരിക്കയിലുള്ള ഹിന്ദുക്കളെ മൂന്നാം ലോകത്തെ അന്യഗ്രഹ ജീവികൾ എന്നാണ് അമേരിക്കയിൽ തന്നെയുള്ള തീവ്ര വലതുപക്ഷ ആൾക്കാർ പറയുന്നത്, സ്പെഷ്യലി ട്രംപിന്റെ അനുയായികൾ പറയുന്നത്. അതായത് തീവ്ര വലതുപക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തീവ്ര വലതുപക്ഷം ഏതാ? സംഘീസം. അതേപോലെ തന്നെ അവിടുത്തെ തീവ്ര വലതുപക്ഷത്തിലുള്ള ആളുകൾ, സംഘികളല്ല, അവിടുത്തെ തീവ്ര ക്രിസ്ത്യാനിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആളുകൾ, അതായത് ഭീകരന്മാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പം മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഇമാതിരി പരിപാടി നടക്കുന്നത് നമ്മൾ തീവ്രവാദികൾ, മുസ്ലിം തീവ്രവാദികൾ, നമ്മുടെ നാട്ടിലെ സംഘികളെ ഹിന്ദു തീവ്രവാദികൾ, അതേപോലെ തന്നെ അവിടുത്തെ ഈ ക്രിസ്ത്യൻ തീവ്രവാദികളാണ് ഇപ്പം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മൂന്നാം ലോകത്തെ അന്യഗ്രഹ ജീവികൾ എന്ന് പറഞ്ഞാൽ തേർഡ് റേറ്റ് നമ്മൾ പറയില്ല, തേർഡ് റേറ്റ്, അത് ഏറ്റവും മോശപ്പെട്ട ഈ ലോകത്തെ പട്ടിണി പാവങ്ങളായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റും ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഏലിയൻസ്, അതാണ് അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. ചെറിയ ഒരു എന്താ പറയുക, ഒരു പ്രകോപനം എന്നുള്ളതല്ല, അത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് ഇവിടുന്ന് അവിടെ പോയിട്ടുള്ള, സ്പെഷ്യലി ഹിന്ദുക്കളുടെ കാര്യം ഞാൻ പറയണം കേട്ടോ. മുസ്ലിം ഒക്കെ അവിടെ നിൽക്കട്ടെ, ഇതിപ്പം ഏറ്റവും പുറത്തോട്ട് വന്ന കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിലെ സംഘികളുടെ ഒരു വിചാരമുണ്ട്, നമ്മുടെ മോദിജി ലോകം മൊത്തം ചുറ്റുമ്പോൾ ഇന്ത്യക്ക് എന്തോ കിട്ടുന്നുണ്ട്. നേരെ തിരിച്ചാണ് അമേരിക്കയിൽ. ഇപ്പം അമേരിക്കയിൽ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവിടെ ചെന്നിട്ടുള്ള ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുന്നത്, അതായത് റോഡുകളിലും മറ്റവിടെയും ഇവിടെയും പല പ്രാർത്ഥനകളും അതും ഇതുമായിട്ട് എല്ലാ ലംബത്തരങ്ങളും കാണിക്കുന്ന ടീംസിനെ വെറും തേർഡ് റേറ്റ് ചെറ്റകളായിട്ടാണ് ഇപ്പോൾ അമേരിക്കക്കാർ പോലും കണ്ടുവരുന്നത്. പണ്ട് നല്ല വിലയൊക്കെ ഉണ്ടായിരുന്നു, ആ വിലയൊക്കെ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. നമുക്കൊരു വിചാരം ഉണ്ടായിരുന്നു ഇത്രയും കാലം, ഈ മുസ്ലിം തീവ്രവാദം കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്, IS-ഉം അൽഖയ്ദയും ഇവരൊക്കെ, അവരെ കണ്ട് പേടിച്ചിട്ട് മുസ്ലിങ്ങളെ അടുപ്പിക്കാൻ ഒരു പേടിയുണ്ടായിരുന്നു ഇവന്മാർക്ക് എല്ലാവർക്കും, യൂറോപ്പും അവിടെ ഇവിടെയൊക്കെയുള്ള പ്രശ്നം. അതേ സ്ഥാനത്ത് തന്നെ ഇപ്പം ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളുടെ അവസ്ഥ. കാരണം നമ്മുടെ നാട്ടിൽ ഈ തീവ്രവാദികൾ, ഈ ഹിന്ദു തീവ്രവാദികളെ RSS-ഉം സംഘപരിവാറും BJP-യും ശിവസേനയും ഇവന്മാർ കാണിച്ചു കൊടുക്കുന്ന എല്ലാ ചെറ്റത്തരങ്ങളും, അതായത് ഇവിടെ പള്ളി പൊളിക്കുക, ചർച്ച് പൊളിക്കുക, പുൽക്കൂട് പൊളിക്കുക, കരോള് പൊളിക്കുക, പാസ്റ്റർമാരെ കൊണ്ട് ചാളം തീറ്റിപ്പിക്കുക, ഈ പരിപാടി കണ്ട് ഇവന്മാർക്ക് മനസ്സിലായി, അതായത് ലോകത്ത് മുസ്ലിം തീവ്രവാദികൾ മാത്രമല്ല ഹിന്ദു തീവ്രവാദികളുണ്ട്. ഈ ഹിന്ദു തീവ്രവാദികളുള്ളത് ഈ മൂന്നാം വേൾഡ് എന്ന് അവർ വിശേഷിപ്പിക്കുന്ന ഇന്ത്യ പോലത്തെ രാജ്യത്ത് നിന്നാണ്. ഇന്ത്യയുടെ അവസ്ഥ അതല്ല എന്നുള്ളത് നമുക്കറിയെങ്കിലും, പക്ഷേ ഇന്ത്യയിൽ അവിടെ പോയിട്ട് ഈ കോപ്രായത്തരം കാണിക്കുന്നവന്മാരും ഇന്ത്യയിലെ ഇവിടുത്തെ ഹിന്ദുക്കളല്ല കേട്ടോ പറയുന്നത്, ഞാൻ സംഘമിത്രങ്ങളുടെ കാര്യം ഞാൻ ഈ പറയുന്നത്. ഇവിടെ ഈ പറഞ്ഞ പാവപ്പെട്ട പാസ്റ്റർമാരെ മേലോട്ട് ചാടി കയറുന്നവന്മാരും, അതായത് ഇവിടെയുള്ള എല്ലാ സകല ചെറ്റത്തരങ്ങളും കാണിക്കുന്ന ഈ വൃത്തികെട്ട നോർത്ത് ഇന്ത്യൻ, അല്ലെങ്കിൽ കേരളത്തിൽ നോർത്ത് ഇന്ത്യ മാത്രമല്ല നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള ഈ തേർഡ് റേറ്റ് ചാപ്രീസിൻ്റെ അവസ്ഥയാണ് നമ്മൾ ഈ പറയുന്നത്. ഈ കാരണം കൊണ്ടാണ് ഇപ്പം അമേരിക്കയിലും ഇമാതിരി സവിശേഷ നാമധേയങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ടെക്സസിലെ ഹനുമാൻ പ്രതിമനെ ചൊല്ലിയുള്ള തർക്കമാണ്. ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, കഴിഞ്ഞ 2024 ഓഗസ്റ്റിലാണ് ഈ പ്രതിമ ഫസ്റ്റ് റിലീവ് ചെയ്യുന്നത്. അവിടെ അമേരിക്കയിലെ ടെക്സസിലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രതിമയാണ്, അതൊരു ഹനുമാന്റെ പ്രതിമയാണ്. അപ്പം ഇത് എന്തിനാണ് ഇവിടെ വെച്ചത്? ഇത് അമേരിക്ക പോലത്തെ ഒരു ക്രിസ്ത്യൻ രാജ്യത്ത് അല്ലെങ്കിൽ ക്രിസ്ത്യൻ കൾച്ചറിൽ പോകുന്ന രാജ്യത്ത് ഇത്തരത്തിലുള്ള ഏലിയൻസിന്റെ പിക്ചേഴ്സ് എന്തിനാ വെക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂസ് എന്താ വെക്കുന്നത്? അത്തരത്തിലുള്ള രാജ്യക്കാർ അവിടെ പോട്ടെ, അവരവിടെ പോയിട്ട് എന്ത് വേണമെങ്കിൽ കാണിച്ചോട്ടെ, ഇവിടെ മാതിരി കോപ്രായങ്ങൾ കാണിക്കരുത് എന്നാണ് അമേരിക്കയിലെ തീവ്ര ട്രംപിസ്റ്റുകൾ പറഞ്ഞു വരുന്നത്. എൻ്റെ ന്യൂസുകളോട് കിടക്കാം. നമുക്ക് കഴിഞ്ഞ വർഷം അവസാനം ഡിസംബറിൽ ഇതേപോലെ പ്രശ്നം വന്നിരുന്ന അവിടുത്തെ ആൾക്കാർ ഇതേ പ്രതിമനെ ചൊല്ലി ഇപ്പം അത് വീണ്ടും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ടെക്സസിലെ ഹനുമാൻ പ്രതിമനെ ചൊല്ലിയുള്ള വിവാദമാണ്. ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള കാർലോസ് ടെർസിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഇയാൾ അവിടുത്തെ ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റാണ്, ഒരു ട്രംപ് അനുയായിയാണ്, ഒരു തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരനാണ്. പുള്ളിയാണ് ഈ കുടിയേറ്റ വിരുദ്ധ പരാമർശങ്ങൾ ഏറ്റവും, പുള്ളിക്ക് അവിടേക്ക് ആരും കുടിയേറി വരുന്നൊന്നും ഇഷ്ടമല്ല, ക്രിസ്ത്യാനികൾ കുടിയേറി വരുന്നത് മാത്രമേ അയാൾക്ക് ഇഷ്ടമുള്ളൂ, അതല്ലാത്ത ആര് കുടിയേറി വന്നാലും പ്രശ്നമാണ്. പ്രത്യേകിച്ച് അവിടെ പോയിട്ട് ഇനി പോക്രിത്തരങ്ങളും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ റോട്ടിൽ ഈ പ്രതിമ പിടിച്ച് നോക്കലും മറ്റേ ഗണപതിനെ മുക്കലും അങ്ങനെ എല്ലാ പരിപാടികളും നിങ്ങൾക്കറിയാലോ. ഇവിടെ കാണിച്ചു വിട്ടണ നമ്മുടെ ഗംഗയിലും യമുനയിലും അവിടെ ഇവിടെ കാണിക്കുന്ന എല്ലാ വിശ്വാസപരമായിട്ടുള്ള പരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുമ്പോൾ കുഴപ്പമില്ല. ഇന്ത്യ ഒരു സെക്യുലർ കൺട്രിയാണ്, ഒരു മതേതര രാജ്യമാണ്. ഇവിടെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല, എന്ത് വേണമെങ്കിലും കാണിക്കാം. മുസ്ലിം അവിടെ കാണിച്ചോട്ടെ, ഹിന്ദു ഇവിടെ കാണിച്ചോട്ടെ. പക്ഷേ മുസ്ലിം ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ നാട്ടിലെ സംഘികൾ വന്ന് ഇവിടെ പണി ഉണ്ടാക്കും, അതാണ് കാര്യം. അപ്പം അതവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ പോയി കാണിച്ചു കഴിഞ്ഞാൽ ഇവന്മാർ സമാധാനപരമായിട്ട് എത്രയും കാലം അവിടെ ജീവിച്ചിരുന്നത്. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഇത്രയും വൃത്തികേടാക്കിയത് ആ നാട്ടിൽ നമ്മളോടുള്ള ദേഷ്യം വെറുപ്പും ഈ അവസ്ഥയിലെത്തി കഴിഞ്ഞ 10 കൊല്ലം കൊണ്ടാണ്. നമ്മുടെ വിശ്വഗുരു രാജ്യം ഭരിച്ച കാലം മുതൽ
വിശ്വഗുരു ഇവിടെ ഓരോ പോക്രിത്തരത്തിനും കൂട്ടുനിന്ന കാലം മുതലാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത്. പക്ഷെ ഇവന്മാർക്ക് അറിയില്ല, വിശ്വഗുരു തൃക്കണ്ണ് തുറന്നു കഴിഞ്ഞാൽ തീരും, ലോകത്തിന്റെ ബയോളജിക്കൽ ദൈവമാണ്, ബയോളജിക്കൽ ദൈവം ഒന്ന് കണ്ണ് തുറന്നാൽ തീരുന്നതേ ഉള്ളൂ. പിന്നെ ഇവന്മാർക്ക് അത് അറിയാത്തതുകൊണ്ട് അവർ കുറച്ചെല്ലാം ഇങ്ങനെ പറയട്ടെ. അപ്പം വിവാദമായിട്ടുള്ള പോസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞ കാർലോസിന്റെ വിവാദമായിട്ടുള്ള പോസ്റ്റാണ്. ഹനുമാൻ പ്രതിമയുടെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് കാർലോസ് ഇങ്ങനെ കുറിച്ചത്. ഇത് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദോ ഇന്ത്യയിലെ ന്യൂഡൽഹിയോ അല്ല. ഞാൻ പറഞ്ഞില്ലേ, അതായത് മുസ്ലിം തീവ്രവാദികളും ഹിന്ദു തീവ്രവാദികളുമാണ് ഇവരുടെ മെയിൻ പ്രശ്നങ്ങൾ. ഈ രണ്ട് സ്ഥലങ്ങളും അല്ല, മറിച്ച് ടെക്സസിലെ ഷുഗർലാൻഡ് എന്നാണ്. മൂന്നാം ലോകത്തെ അന്യഗ്രഹ ജീവികൾ ടെക്സസിലെയും അമേരിക്കയുടെയും സാവധാനം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇത്തരത്തിലുള്ള മൈഗ്രൻസ് അവിടെ വന്നിട്ട് അമേരിക്കനെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുമാണ് പുള്ളിയുടെ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഈ പ്രതിമയുടെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ, ഷുഗർലാൻഡിലെ ശ്രീ അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിലുള്ള പ്രതിമയാണ്, 90 അടിയുള്ള പ്രതിമയാണ്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരമുള്ള ഹനുമാൻ പ്രതിമയാണ്. അമേരിക്കയിലെ മൂന്നാമത്തെ വലിയ പ്രതിമയാണിത്. ഈ ടെക്സോറസ് പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ, മുൻകാല പോസ്റ്റുകൾ വീഡിയോകളൊക്കെ ഇതിന് ചർച്ചയുണ്ട്. ഇയാൾ മുൻപും ഇതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. ഇയാൾക്ക് ഇതിന് ഭയങ്കര സപ്പോർട്ടാണ് അവിടുത്തെ ലോക്കൽസ് കൊടുക്കുന്നത്. പുള്ളി പണ്ട് പറഞ്ഞിട്ടുള്ളത് ഇസ്ലാം മതത്തിന്റെ ശരിയ നിയമം ടെക്സസിനെ കീഴടക്കുമെന്ന് ആദ്യം പറഞ്ഞിരുന്നത്. അത് ഞാൻ ആദ്യം മുസ്ലിം തീവ്രവാദം എന്നും പറഞ്ഞ് ഇവന്മാരെ നടന്ന സമയത്ത്, ഇപ്പം അത് മാറ്റിയിട്ട് ഇന്ത്യയിലെ ആൾക്കാർ ഇവിടെ വന്നിട്ട് അവരുടെ ഇത്തരത്തിലുള്ള പരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള അവർക്ക് ഹനുമാൻ ഇതൊക്കെ പറയുമ്പോൾ നമുക്കത് ദൈവമൊക്കെ ആണെങ്കിൽ അവർക്ക് അതൊരു സ്റ്റാച്ചു, വെറും ഒരു പ്രതിമ മാത്രമാണ്. അപ്പോൾ അവർ ചോദിക്കും, ഇത്തരത്തിലുള്ള പ്രതിമകളെ വെച്ചിട്ടാണോ നിങ്ങൾ ഇമ്മാതിരി പരിപാടി കാണിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങളുടെ ടെക്സസിൽ, ഞങ്ങളുടെ അമേരിക്കയിലേക്ക് ഇതും കൊണ്ടുവരേണ്ട, അമേരിക്കയിലേക്ക് ഇത്തരത്തിലുള്ള ഹിന്ദു പ്രതിമകളെയും കൊണ്ടുവരേണ്ട, മുസ്ലിം ശരിയ നിയമം കൊണ്ടുവരേണ്ട, ഈ രണ്ടും വേണ്ട. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ കൾച്ചറും ഞങ്ങളുടെ ഇതുകൊണ്ട് ഞങ്ങൾ അത് വെച്ച് ജീവിച്ചോളാം. ഇമ്മാതിരി പരിപാടി, ഇമ്മാതിരി കൂട്ടരൊന്നും കൂടെ അടുപ്പിക്കരുതെന്നാണ് അവരുടെ കാഴ്ചപ്പാട്. ഇപ്പം നമ്മളാണെങ്കിലും ചിന്തിക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഇന്ത്യൻ ടക്കികൾ അവിടെ H1B വിസക്ക് പോകുന്നതിനെതിരെ രൂക്ഷമായിട്ടായിരുന്നു ഇവരുടെ പ്രതികരണം എല്ലായ്പ്പോഴും വന്നിരുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ കൊല്ലം ട്രംപ് അത് കണ്ടറിഞ്ഞ് H1B വിസക്ക് 8 കോടി ഒരു വിസക്ക് വേണം എന്നുള്ള അവസ്ഥയിലോട്ട് ഇന്ത്യനെ എത്തിച്ചത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഏതോ ഒരു ആക്ടിവിസ്റ്റ്, ട്രംപിന് അനുയായിയായിട്ടുള്ള ഏതോ ഒരു ആക്ടിവിസ്റ്റ്, അങ്ങനെയല്ല. ഈ ആക്ടിവിസ്റ്റുകൾ ഒരുപാട് പറയുമ്പോഴാണ് അവിടുത്തെ ഭരണം ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിലോട്ട് എത്തുന്നതും. അത് നല്ല രീതിയിൽ നമുക്ക് എഫക്ട് ചെയ്ത് നമുക്ക് മനസ്സിലായില്ല. H1B വിസയുടെ അവസ്ഥ നമുക്കറിയപ്പോഴും അതിപ്പോഴും ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കുന്നത് നമ്മൾ അവിടെ പോയി കാണിക്കുന്ന കോപ്രായങ്ങൾ കൊണ്ട് തന്നെയാണ്. അത് മാത്രമല്ല, അമേരിക്കയുടെ ട്രംപിൻ്റെ ഭരണകൂടത്തിൽ ഇന്ത്യൻ വംശജരുണ്ട്. നമ്മൾ കാഷ് പട്ടേലിനെ പോലത്തെ ആൾക്കാരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇതൊക്കെ അവർക്ക് ദേഷ്യമാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ. കാരണം ഈ കാഷ് പട്ടേൽക്കും വെറുക്കുന്ന ഇന്ത്യയായിട്ടൊന്നും ഒരു പ്രത്യേകിച്ച് ഒരു ആത്മബന്ധം, പണ്ടുള്ള ബന്ധങ്ങളേ ഉള്ളൂ. അല്ലാണ്ട് അവർ ഇന്ത്യൻ ചിന്താഗതികളൊന്നും കൊണ്ടു നടക്കുന്ന ആൾക്കാരൊന്നുമല്ല. എങ്കിൽ പോലും അവരുടെ വംശം ഇന്ത്യനാണ്, ഇന്ത്യൻ നെയിമാണ് എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവന്മാർക്ക് ഇവരോടൊക്കെ ഭയങ്കര ദേഷ്യമാണ് അമേരിക്കയിലെ ഈ ഒരു ഗ്രൂപ്പിന്. ഈവൻ ട്രംപിൻ്റെ ഭരണത്തിലാണെങ്കിൽ പോലും ഇവരോടൊക്കെ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം മനസ്സ് കൊണ്ടു നടക്കുന്ന ആൾക്കാരവിടെ. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഇത്തരത്തിലുള്ള ഈ ഒരു വിദ്വേഷങ്ങൾ ഇവന്മാർ പടത്ത് വിടുമ്പോഴേ അത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് എഫക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കക്കാർക്കറിയാം അത് എല്ലാത്ത രീതിയിൽ അവർക്ക് എഫക്റ്റ് ചെയ്ത് തുടങ്ങും. ആൾക്കാരെ അവിടെ നിങ്ങൾക്കറിയാം ഭ്രാന്തന്മാരാണ് ഇവന്മാർ. വെറുതെ തോക്കൊക്കെ കയ്യിലുണ്ടോ എടുത്തങ്ങ് വെടിവെച്ചു വിടും. നമ്മൾ പല വട്ടം കണ്ടിട്ടുണ്ട് ഇന്ത്യക്കാർക്കെതിരെ, മറ്റ് പല മൈഗ്രൻസിനൊക്കെ എതിരെ ഇവന്മാർ തോക്ക് കൊണ്ടുവന്നതും കൊല്ലുന്നതും പിടിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്താണ്, നമ്മുടെ നാട്ടിൽ കാണിക്കാറെന്താണ്, മുസ്ലിം നാമധാരികൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദം ഉള്ളത് കൊണ്ട് മുസ്ലിങ്ങൾ അമേരിക്ക അടുപ്പിക്കില്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ യൂറോപ്യൻ രാജ്യങ്ങൾ അടുപ്പിക്കില്ല എന്നുള്ള വാർത്തകൾ മാത്രമേ ഇവിടെ കൊടുക്കാറുള്ളൂ. പക്ഷേ അതേ സ്ഥാനത്ത് ഇന്ത്യക്കാരെ പോലും, ഇന്ത്യൻ ഹിന്ദുക്കളെ പോലും ഇപ്പം അങ്ങോട്ട് അടുപ്പിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ അവരെ കണ്ടു കഴിഞ്ഞാൽ വെറും തേർഡ് റേറ്റ് ആളുകളാന്ന് തോന്നുന്ന രീതിയിലോട്ടുള്ള ചിന്താഗതി ഇവരുടെ ഉള്ളിലൊക്കെ കൊണ്ടുവന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ പോയിട്ട് സംഗീസം കാണിച്ചിട്ട് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ അവിടെ പോയിട്ടുള്ള ഓരോ സംഘികൾ അവിടുത്തെ ശിവരാത്രിക്കും മറ്റേ ഗണപതി രാത്രിക്കും മറ്റേ രാത്രിക്കും ഒക്കെ അവിടെ പോയി കാണിക്കുന്ന കാട്ടിക്കൂട്ടൽ അവിടുത്തെ കൾച്ചറിലോട്ട് കയറി ചെന്ന് സമാധാനപരമായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലത്തേക്ക് കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലോടുകൊണ്ട് തന്നെയാണ്. അതിപ്പോൾ ഏറ്റവും കൂടുതൽ അവിടെ രൂക്ഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. നിങ്ങൾ അവിടെ മാറ്റിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ വേറെ വല്ല രാജ്യം എടുത്ത്, ഇപ്പം UAE എടുത്തു. UAE അമ്പലങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾ അമ്പലങ്ങൾ വെച്ചു, പക്ഷേ റോട്ടിൽ ഇറങ്ങിമാതിരി പരിപാടി നടക്കും. അമ്പലങ്ങൾ നിങ്ങൾക്ക് വെക്കാം, അതിനുള്ള സൗകര്യം, റോഡും അതിനുള്ള സ്ഥലമൊക്കെ വിട്ടുകൊടുക്കും, അവിടെ ഉണ്ടാക്കാം, അവിടെ പ്രാർത്ഥന കാര്യങ്ങൾ നടത്താം, അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ശരിയ നിയമങ്ങളുള്ള ഇസ്ലാമിക് ശരിയ, ഇപ്പം UAE എടുക്കുകയാണെങ്കിൽ ശരിയ മാത്രമല്ല, അവിടെ സിവിലും ഉണ്ട്, ശരി രണ്ടും ഉണ്ട്. ഈ സ്ഥലങ്ങൾ, ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരം സ്ഥലങ്ങളിൽ നമ്മൾ അടിച്ച് പുറത്താക്കുന്ന അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. എങ്കിലും ഈ നമ്മുടെ നാട്ടിൽ ഈ എച്ചിലുകൾ ഇസ്ലാമോഫോബിയ പരത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ അടിച്ചു വിടുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അല്ലാത്ത ആൾക്കാർ, ഞാൻ സംഖ്യകളൊന്നും അഭിപ്രായം പറയാൻ പറയുക, അല്ലാതെ ജീവിക്കുന്ന മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ ആളുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഗൾഫ് കൺട്രീസിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെ തൊട്ട് താഴെ തന്നെ ആയിട്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ട്.
അവിടെ ജോലി ചെയ്ത് സുഖമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ഇവിടെ കുടുംബം പോറ്റുന്ന ആൾക്കാരുണ്ട്, ഒരു പ്രശ്നമില്ല. എങ്കിലും നാട്ടിലെത്തുമ്പോൾ ഇവനിങ്ങനെ ഒരു ഇത് വരും, തരിപ്പ് വരും. ആ തരിപ്പ് വരുമ്പോൾ ഇവൻ കയറി പോസ്റ്റ് ഇടും. സംഖ്യകളുടെ കൂട്ടത്തിലുള്ള കാര്യം പറഞ്ഞത്, അല്ലാതെ നോർമൽ ആൾക്കാരല്ല. അപ്പം അത്തരത്തിലാണ് നമ്മുടെ ഇന്ത്യനെ ഇപ്പം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഭയങ്കര മോശം തന്നെയാണ്. ഇത് ഒരു അമേരിക്കയിൽ ഈ ഒരു പോസ്റ്റ് മാത്രമല്ല, അല്ലെങ്കിൽ ഈ ഒരു ഹനുമാൻ പ്രതിമൻ്റെ കാര്യം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ട്. ഇന്ത്യക്കാർക്കെതിരെ മോശമായിട്ട് ഇന്ത്യക്കാരെ മോശമായിട്ട് കാണിക്കുന്ന അവസ്ഥ കണ്ടറിയാം. എങ്ങോട്ടാണ് നമ്മുടെ രാജ്യം എത്തുന്നത്. ഈ രാജ്യത്തിനെ കഴിഞ്ഞ 10-11 കൊല്ലം കൊണ്ട് കുട്ടിച്ചോറാക്കി കയ്യിൽ കൊടുത്ത വിശ്വകുരു ചക്കക്കുരുവിൻ്റെ ഒക്കെ അവസ്ഥ നമ്മൾക്ക് അറിയാലോ എന്താ നടക്കുന്നത് രാജ്യത്ത് എന്നുള്ളത് അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യുക. മാക്സിമം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ട്രൈ ചെയ്യണം പ്ലീസ്.